അതെ, ഒന്ന് ഗുരുവായൂർ പോയാലോ? ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ കേട്ടൊരു കാര്യമാണ്, സത്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഗുരുവായൂരേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കണ്ണം വിളിക്കണം, എന്നാൽ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ പോയി വന്നിട്ട് എത്ര ദിവസമായി? ഒരാഴ്ചയോ? ഒരാഴ്ചൻ്റെ മുകളിലായിട്ടുള്ളൂ ഞാൻ ഗുരുവായൂർ പോയിട്ട് വന്നിട്ട്. അപ്പോൾ നാളെ അരുണിന് ഗുരുവായൂരേക്കാണ് ഡ്യൂട്ടി. അപ്പോൾ പിന്നെ അവിടെ അവന് റെസ്റ്റിംഗ് ടൈമും ഉള്ളതാണ്. അപ്പോൾ കണ്ണനെ ഒന്ന് കണ്ടു വന്നേക്കാന്ന് കരുതി. അപ്പോൾ എന്നുള്ളത് പോകണം. ഇന്നും കണ്ണന് വേണ്ടിയിട്ട് തുളസി വരയ്ക്കാൻ പോവുകയാണ്. ബാപ്പോരി ഇന്നും സെയിം പറമ്പിൽ തന്നെയാട്ടോ പറിക്കുന്നത്. വേറെ പറമ്പില്ലല്ലോ. അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ഉണ്ട്. ഞാനിപ്പോ മോനെ സ്ഥിരമായിട്ട് തുളസി പറിക്കുന്നത് കൊണ്ട് ഇതൊക്കെ കുഞ്ഞണ്ടില്ലേ? ഏടേന്നോ മുകളിലോട്ട് നോക്കിയിട്ട് കാര്യമല്ല, താഴോട്ട് നോക്കണം തുളസി കാണണമെന്നുണ്ടെങ്കിൽ. അപ്പോ ഇങ്ങനെ പുതിയ പുതിയ കതിരുകൾ വരുന്നുണ്ട്. ഒരു സന്തോഷമുള്ള ഒരു സംഭവം തന്നെ അല്ലേ? നമ്മൾ ഷോപ്പിൽ നിന്നൊന്നും മേടിച്ചു കൊടുക്കാതെ നമ്മുടെ വീട്ടിലുള്ള എനിക്ക് ഒരുപാട് കമൻറ്റുകൾ വരുന്നൊരു സംഭവമാണ്. പക്ഷേ തുളസിയാണോ ഇപ്പോൾ കൊടുക്കുന്നത്? കുറച്ചും കൂടി വിലപിടിപ്പുള്ള എന്തെങ്കിലും കൊടുത്തൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ നമ്മൾ വിലപിടിപ്പുള്ള സാധനം കൊണ്ട് പോകുമ്പോൾ എനിക്ക് വരുന്ന കമൻറ്റ് എന്താണെന്നറിയോ? വിലപിടിപ്പുള്ളതെന്ന് പറയാൻ ഞാനിപ്പോൾ കൊടുത്തതിൽ വെച്ച് വിലപിടിപ്പായിട്ടുള്ളത് 101 ഫോട്ടോ ആണ്. അതിനെനിക്ക് നല്ലൊരു എമൗണ്ട് ചിലവായിട്ടുണ്ട്, ലക്ഷങ്ങൾ തന്നെ പറയാം. അപ്പം അത് കൊടുത്ത സമയത്ത് വന്ന കമൻ്റ് എന്തായിരുന്നു എന്നറിയോ? കണ്ണന് വിലപതിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട, ഒരു തുളസിക്കതിര് കൊടുത്താൽ മതി എന്ന്. നമ്മുടെ സമൂഹം അങ്ങനെയാ, അങ്ങോട്ടും ഇങ്ങോട്ടും തല തിരിച്ചും മറിച്ചും പറയും. അതാ അങ്ങോട്ടൊക്കെ ഉണ്ട്, നിറയെ ഉണ്ട്. ഇവിടെ ഫുള്ളായിട്ട് കതിരുള്ളത്. എനിക്ക് അത് കുറ്റിയായിട്ട് കിടക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. ചാണകം കേട്ടോ. പുല്ലിൻ്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ടാണ് മനസ്സിലാവാത്തത്. തുളസിക്കതിര് നുള്ളുമ്പോൾ തുളസി പോലും അറിയരുത് എന്നാണല്ലോ പറയുന്നത്. തുളസി ദേവിയെ നോവിക്കാൻ പാടില്ല പോലും. ഒരാൾ പറഞ്ഞു തന്നാട്ടോ അത്. ഗൈസ്, നിങ്ങളോട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്രാവശ്യം അരുണേട്ടനോട് പറഞ്ഞു കൊടുത്താട്ടോ. കിട്ടുന്നില്ല, കൈക്ക് നഖമില്ല, അതുകൊണ്ട് കിട്ടുന്നില്ല. ഡോണ്ട് പോ. നീ ഇപ്പോൾ ചിക്കൻ കഴിച്ചില്ലേ? നീ പറിക്കണ്ട. കണ്ണന് കൊടുക്കാനുള്ള സാധനം അതായത് ഓന് പറിക്കാൻ സഹായിക്കാൻ പുറപ്പെട്ടാ പെട്ടെന്ന് ഓന് വീഡിയോ നിർത്തി പോവാമല്ലോ. പക്ഷെ അവനിപ്പോൾ ചിക്കൻ കഴിച്ചിട്ട് വരികയാണ്, അതുകൊണ്ട് പറിക്കണ്ടെന്ന് പറഞ്ഞതാണ്. ഞാൻ കഴിച്ചില്ല കേട്ടോ. കഴിച്ചിട്ടില്ല എന്നല്ല, കഴിച്ചു കുളിച്ചൊക്കെ കഴിഞ്ഞതാണ്. അതുകൊണ്ടാണ് ഞാൻ പറിക്കുന്നത്. ഇന്നെൻ്റെ ക്യാമറാമാൻ മാറിക്ക്, അതും പറഞ്ഞുതരാം. കണ്ടോ, അരുണല്ലാതെ ഈ നാട്ടിൽ വേറെയും കോഴിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് കാടായിട്ട് മനസ്സിലാവാനില്ല. പാമ്പ് കടിച്ച്
നമുക്ക് മെഡിക്കൽ കോളേജിൽ പോകാം നാളെ. ഇനിയിപ്പോൾ ആരെങ്കിലും കമന്റ് ഇടും, ജസ്റ്റ് കാട് നുള്ളി കണ്ണനെ കൊണ്ട കൊടുത്ത് തുളസിയാന്ന് കാണുന്നില്ലേ? അല്ല, ഈ കാട് കണ്ടിട്ട് പറയൂ. മുള്ളു നട്ട് നീ ഇതുവരെ അതിവിടെ കണ്ടില്ല. ഇന്നലെ പശു ഉണ്ടായില്ല. ഇതാ പൊതുവെ തുളസി ഇങ്ങനെ വലിയതാവൂലേ, പക്ഷെ ഇത് വലുതാവുന്നില്ല, കുറ്റിയായിട്ടാണുള്ളത്. തണ്ട് കുറിച്ച് വർത്താനം പറഞ്ഞത്. പോരെ ഒരു പിടിയുണ്ട്. ഇനിയൊന്നും ഉള്ളാൻ ഒരുപാടുണ്ട് കേട്ടോ, അങ്ങോട്ടൊക്കെ ഉണ്ട്. ഒന്ന് കെട്ടണം. അവിടെ നല്ലത് പശുവിന്റെ ചാണകത്തിന്റെ അടുത്ത് നിന്നും പറിച്ചാൽ കുഴപ്പമില്ലല്ലോ. ഗോമൂത്രം നല്ലതാ. ഗോമൂത്രമല്ല, ചാണകം നല്ലതാ. ആ ചാണകം മെഴുകലുണ്ടല്ലേ? അല്ലേ, പേടിയായിട്ട് ചോദിച്ചതാ. ഇനി അതിന് പറയും. അതെ, പശുവിന്റെ ചാണകത്തിന്റെ അടുത്തുനിന്ന് എന്തിനാ
ഇതിനുണ്ടോക്കട്ടെ. ഒന്നും അറിയില്ലേ കുട്ടിക്ക്? വണ്ടിൻ്റെ സ്റ്റിയറിംഗ് പിടിക്കാൻ മാത്രം അറിഞ്ഞു പോരാ, ഇത്തരം കാര്യങ്ങളിലൂടെ അറിയണം. എനിക്ക് രാവിലെ ഒരു ഇല പറിച്ച് വെക്കണേ. രാത്രി പറിച്ചേക്ക, രാവിലെ ഞാൻ പൊളിച്ച പോകുമ്പോൾ ഇല തപ്പിയെടുക്കുക. അത് വാടിപ്പോകുമെന്ന് വിചാരിച്ചിട്ട് രാവിലെ മോളെന്നെ പറിക്കുന്നല്ല നല്ലേ. ഞാൻ ഞാൻ പോകുന്നത് ഞാൻ പുലർച്ചെ നീക്കൂലേ കണ്ണനെ കൊടുക്കാൻ തുളസിക്കത്തിൽ. അപ്പോൾ നാളെ ആട്ടോ പോണത്. നാളെ പുലർച്ചെ എത്ര മണിക്ക് വെച്ചെടുക്കുക? 6:40. ഞാൻ 7:40 ആകുമ്പോഴേക്കല്ലേ. 7:30 ആ 7:00 ഞാൻ ഉള്ളിൽ എത്തിയാൽ 11 മണി അല്ല 11:30 12 മണിയാകുമ്പോൾ ഗുരുവായൂർ എത്തുമെന്ന് വിചാരിക്കുക, ബ്ലോക്കൊന്നും ഇല്ലെങ്കിൽ. പിന്നെ മറ്റേ പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് കറക്റ്റ് ടൈമിന് എത്തിക്കലുണ്ട്. പിന്നെ ഒരു 2 മണിക്കൂർ അവിടെ ഉണ്ടാകലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് സമയം നമുക്ക് കിട്ടിയില്ലേ. അപ്പം അങ്ങനെയാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ വണ്ടി വർക്ക്ഷോപ്പ് കയറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നല്ല, ഞാൻ പോയ 2 പ്രാവശ്യവും വണ്ടി വർക്ക്ഷോപ്പ് കയറ്റി കേട്ടോ. അപ്പം നിങ്ങൾ പറയും ഞാൻ കയറിയിട്ടാണ്. അല്ല, KSRTC ഗണേശേട്ടനോട് പറയും. അപ്പോൾ ഓക്കെ, അപ്പം നാളെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ചേട്ടാ, ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്ന് ഗുരുവായൂർ പോകാനുണ്ട്. അപ്പോൾ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് 4 മണിക്ക് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം 5:10. എന്തോ ഒരു എന്താ പറയുക, ഗുരുവായൂർ പോകുന്നൊന്നും പൊതുവേ ഒരു ഉറക്കില്ലായ്മയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ എണീറ്റിട്ടെങ്കിൽ 4 മണി എന്നൊക്കെ പറയാം. അത് നല്ല കേട്ടോ സംഭവം. എനിക്ക് ദീപാവലിയൊക്കെ ആയതുകൊണ്ട് ഈ ഇതുണ്ടല്ലോ മറ്റേ പേട മേടിച്ചൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അരുണ്. അപ്പോൾ അതൊക്കെ ഒരു ബോക്സിലാക്കി കുറച്ചിട്ടോ. ഇതാകുമ്പോൾ ബോക്സ് പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഇട്ടാളല്ലോ. എൻ്റെ ബാഗിലുള്ളൊരു സാധനം ഞങ്ങൾ കാണിച്ചിട്ടെ. 1 2 ഇതിപ്പോൾ എന്തേത്താ കവറ് കാണിക്കുന്നു എന്ന് ചോദിക്കണമല്ലോ, ചോദിച്ചല്ലേ പറ്റൂ. അപ്പോൾ എന്താ വെച്ചാൽ വാള് വെക്കും. ആരോടും പറയരുതേ നിങ്ങൾ. പിന്നെ ബസ്സിൽ ലോങ് ഇപ്പോൾ ഗുരുവായൂർക്ക് പോയി ശീലമെന്നല്ലാതെ അങ്ങനെ പോയി ശീലമില്ലാത്ത, അതുകൊണ്ട് എപ്പോഴാ വാള് വെക്കുകയെന്ന് അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ വാള് വെച്ചു. അപ്പം എനിക്കിന്നിട്ട് അവൻ കവറ് മേടിച്ചിട്ട് ബാഗിൽ വെച്ചതാണ്. എപ്പോഴാ വരിക? നമ്മളെ പ്രൈവറ്റ് ബസ്സിലൊക്കെ അതിനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. KSRTCയിൽ അതിനുള്ള ഓപ്ഷൻ ഇല്ല. പിന്നെ തുളസി കൊണ്ടുപോകാനുള്ള ഇതൊരു വായിലയിൽ കിട്ടണം. ഇവിടെ ഞാൻ കണ്ണനെ വരച്ച് വെച്ചതുണ്ട്, കണ്ണൻ്റെ മുകളിൽ വെച്ചതാട്ടോ. അപ്പം അങ്ങനെയാണ്. കണ്ണൻ ഒരുപാട് ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. ദയവ് ചെയ്ത് നിങ്ങൾ എൻ്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടത്തില്ല, എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കൂ. പറയാൻ കാരണം എന്താ വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ പറയുന്ന ഒരുപാട് ഞങ്ങൾ വിളിച്ചു, ഒരാഴ്ചയായി വിളിക്കുന്നു, 1 മാസമായി വിളിക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെ നിങ്ങളെ വിളിച്ചിട്ട് കാര്യമല്ല, ഞാൻ എടുക്കൂല ഫോൺ. എൻ്റെ ഫോണിലേക്ക് ആര് തന്നെ വിളിച്ചാലും, ഇനി ഇന്ത്യൻ പ്രധാനമന്ത്രി തന്നെയാണ് വിളിക്കുന്നതെങ്കിൽ പോലും എന്താ പറയാന്നറിയോ, താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കുക എനിക്ക് ഏതെങ്കിലും കാമുകന്മാരോ ആരോ ഉള്ളത് കൊണ്ടോ ഫുൾ ടൈം ഞാൻ ബിസിയാണ് എന്ന്. അല്ലടോ, എൻ്റെ ഫോൺ എന്താ കുണുക്കുണുള്ളി കളിക്കുന്നത്, ചാർജിലിട്ടതാ. അപ്പോൾ അതെന്തുകൊണ്ടാച്ചാൽ ഫോൺ ബിസി ആക്കിയിട്ടതാ. എന്നിട്ട് ചില ലവന്മാരുടെ സുക്കേട് എന്താണെന്നറിയോ, അതും കൂടി ഞാൻ പറഞ്ഞുതരാം.
കാണിച്ചു തരാം. നോക്കിയേ, 4:24, 4:11, 3:01, 3:30, 2:27, 1:25, 1:11, 12:37. ഈ ടൈമിലൊക്കെ ആൾക്കാർ വിളിച്ചു നോക്കും. പക്ഷേ അവരൊക്കെ വിളിക്കുന്ന സമയത്ത് താങ്കൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ ഇപ്പോൾ ബിസിയാണ് എന്ന് കേൾക്കുമ്പോൾ ഇവന്മാർ വിചാരിക്കുന്നത് ഞാൻ വേറെ ആരോടോ വിളിച്ച് സംസാരിക്കുകയാണെന്ന്. അല്ല, നിങ്ങൾ വിളിക്കുമ്പോൾ ബിസിയാന്ന് മാത്രമേ പറയുള്ളൂ. അതങ്ങനെയാ. പിന്നെ അതുകൊണ്ടാട്ടോ. ഇനി എൻ്റെ ബാഗിലേക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഇതെൻ്റെ ഏട്ടൻ മേടിച്ചു തന്നാട്ടോ. അപ്പോൾ എനി ടൈം ഞാൻ ഇത് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എനിക്കിതില്ലെങ്കിൽ ഇപ്പോൾ ജീവിക്കാൻ പറ്റില്ല. ഇതിന് ഞാൻ അഡിക്റ്റായിപ്പോയി എന്ന് തോന്നുന്നു. എനിക്ക് തലവേദന എന്ന് പറയുന്ന ചെറിയൊരു ടെൻഡൻസി വരുമ്പോഴേക്കും ഇതെനിക്ക് തേച്ചിട്ടില്ലെങ്കിൽ പണി പാളും. ഷാജി പിന്നെ വേണ്ടത് കൂടാ. എനിക്ക് എൻ്റെ കാക്ക ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് കൊണ്ടുത്തന്നതാട്ടോ. പിങ്ക് കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പ്രത്യേകിച്ച് പറയണോ, ഇട്ടത് പിങ്ക്, കുട പിങ്ക്, സോഫ കവർ പിങ്ക്. ഇത് പിങ്ക് അല്ല എങ്കിലും ആ ഒരു ഷെയ്ഡ്. അപ്പോൾ എല്ലാം ആ ഒരു കളറാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ കുട വെക്കട്ടെ, ഇതൊക്കെ മറന്നു പോവും. എന്നും അരുണ് ഡ്യൂട്ടിക്ക് പോകാനാണ് ഫസ്റ്റ് ചെയ്യുന്നേ കാരണം. ഇന്ന് അവനെക്കാട്ടിലും മുമ്പ് ഞാൻ എഴുന്നേറ്റിക്ക്. എന്നോട് ചോദിച്ചു എന്ത് പറ്റിയോ, വിചാരിച്ച് തലവേദനയാണ്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, നമ്മൾ കുറച്ചും കൂടി ചാച്ചിക്കോ, കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി എന്ന് പറഞ്ഞ് എന്നെ ഉറങ്ങാൻ ഏൽപ്പിച്ച് പോയതാണ്. പക്ഷേ ഏടെ ഉറക്കം, നമുക്ക് ഗുരുവായൂർ പോകുമ്പോൾ ഉറക്കോ. ഇനി ഇന്നത്തെ കോസ്റ്റ്യൂം കാണിച്ചു തരാം. എല്ലാ പ്രാവശ്യവും ഞാൻ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് പോകാറുണ്ടായിരുന്നു. ഈ പ്രാവശ്യമല്ല, കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് പുതിയ ഡ്രസ്സ് ഇടാൻ പറ്റിയില്ല. പക്ഷെ അതുകൊണ്ടൊന്നല്ല കേട്ടോ, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. ഗുരുവായൂർ എത്തിയപ്പോൾ അന്ന് എൻ്റെ മാമൻ്റെ ആണ്ട് കഴിക്കുന്ന ദിവസമായി. ഞാൻ മനഃപൂർവ്വം മാറി നിന്നതായി. അതിൻ്റെ സങ്കടവും വിഷമൊക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പം നമ്മൾ കുടുംബത്തിൽ നിന്ന് നമ്മളായിട്ട് മാറി നിൽക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ നിന്ന് അങ്ങനെയാണ്, നമ്മൾ മാറി നിൽക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത്. പക്ഷെ അവരാരും എന്നോട് മാറി നിൽക്കാനോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. പക്ഷെ വേറൊരു കാര്യവും കൂടി എനിക്കിതിൻ്റെ കൂടെ പറയാനുള്ളത്, കോസ്റ്റ്യൂം വരുന്നത് ഇതാട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കുറച്ച് ദിവസം മുമ്പേ ഞാൻ മേടിച്ചത്. വെറും 999 ഉള്ളൂ. ഭയങ്കര വേർത്തായിട്ടുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ എന്നെ ഒരാൾ കളിയാക്കിയിട്ടുണ്ടായിരുന്നു, നമ്മുടെ പ്രിയ ചേച്ചി. കൃഷ്ണനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുക വെച്ചാൽ കൃഷ്ണൻ നമ്മുടെ ലൈഫിൽ നിന്ന് ഒന്നും തട്ടിയെടുക്കില്ല, എല്ലാം കൊണ്ടത്തരും എന്ന് പറഞ്ഞിട്ട്. അത് പറഞ്ഞ് രണ്ടാമത്തെ ദിവസം ഞാൻ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മാല തലയണൻ്റെ ചോട്ടിൽ കിടക്കുമ്പോൾ വെക്കുന്നതാണ്. പിന്നെ തിരക്കിട്ട് പോകുന്ന സമയത്ത് മറന്നു പോകും. അപ്പോൾ വളരെയധികം സന്തോഷകരമായിട്ടുള്ള ന്യൂസ് കേട്ടു എന്ന് പറയുന്നത് എന്താണെന്ന് ഞാൻ പറയില്ല. സഹോദരിയൊക്കെ പറഞ്ഞു നീ അത് സോഷ്യൽ മീഡിയയിൽ പറയല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെ എന്താ പറയുക, തള്ളിക്കളഞ്ഞോ എന്നെനിക്കറിയില്ല, കളഞ്ഞിട്ടുണ്ടായിരുന്നോന്നും എനിക്കറിയില്ല. പക്ഷേ തള്ളിക്കളഞ്ഞു എന്ന് ഞാൻ വിചാരിച്ച കുറച്ച് ആൾക്കാർ എന്നെയും തേടി എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിലെപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ, അപ്പോൾ കാണാൻ പറ്റിയില്ല. അപ്പോൾ ഉമ്മപ്പയും പറയും നീ ഒന്ന് ഇങ്ങോട്ട് വരണം, നമുക്ക് ഒന്ന് അവിടെ പോകണമെന്ന് പറയുന്നു. അതെൻ്റെ ഉമ്മ കുടുംബത്തിലുള്ള ഒരാളാട്ടോ. ഭയങ്കര സന്തോഷമായി. കാരണം ഞാൻ തെറ്റൊന്നും ചെയ്യുന്നില്ല എന്ന് അവർക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടല്ലേ ഓരോരുത്തരായിട്ട് തിരിച്ചു വരുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷം. അതെനിക്ക് ആ ഒരു സമയത്ത് പറയണ്ട. അത് ഈ പ്രിയ പറഞ്ഞ് രണ്ടാമത്തെ ദിവസം കേൾക്കുന്ന കേട്ടോ. എൻ്റെ സിസ്റ്റേഴ്സൊക്കെ അവിടെ പോയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ ദിവസം എന്ന് പറയാൻ മാമൻ്റെ ആണ്ടിൻ്റെ അന്ന് രാത്രി കേൾക്കുന്നതാണ്.
അപ്പം ഭയങ്കര സന്തോഷം. അപ്പം അങ്ങനെയാണ്. ഇനി കുളിച്ച് ഫ്രഷ് ആവണം. എനിക്ക് വീഡിയോഗ്രാഫർ എൻ്റെ കൂടെ അല്ല, എന്ന് വെച്ചാൽ പിള്ളേരാരും ഇല്ല വീട്ടിൽ വീഡിയോ എടുക്കാൻ. അപ്പം ഞാൻ തന്നെ വീഡിയോ എടുക്കണം. ഇനി കുളിക്കണം, മുടി ഉണക്കുക എന്നുള്ളതാണ് ബിഗിലേ പണി. പക്ഷേ ഉണങ്ങുമായിരിക്കും, അവിടെ എത്തുമ്പോഴേക്ക് എന്തായാലും ഉണങ്ങുമല്ലോ. അങ്ങനെയാണ്. പൊതുവേ എങ്ങോട്ടും അങ്ങനെ അല്ലാതെ പോകുന്ന സമയത്ത് തല നനയ്ക്കാറില്ല കേട്ടോ. പക്ഷെ ഗുരുവായൂർക്ക് പോകുമ്പം തല നനച്ച് കുളിക്കും. കാരണം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഹെയർ ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചോദിക്കും ഹെയർ ഡ്രയർ ഉപയോഗിച്ചാൽ പോരെ. ഡ്രയറൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഉപയോഗിക്കാറില്ല. എന്തോ എനിക്കതിനോട് യോജിക്കാൻ പറ്റുന്നില്ല, ഹെയർ ഡ്രയറിനോട്. അതുകൊണ്ടാട്ടോ. അപ്പം അങ്ങനെയാണ്. ഏതായാലും ഞാനിനി കുളിച്ച് ഫ്രഷൊക്കെ ആവാൻ നോക്കട്ടെ. ചായ കുടിക്കാൻ ഇവിടെ ഒന്നുമില്ല. പുട്ട് ചുടാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ചുട്ടൊന്നും കഴിച്ചിട്ടൊന്നും പോകില്ല. പൊതുവേ ഞാൻ ഗുരുവായൂരേക്ക് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഒന്നും കഴിക്കാതെയാണ് കഴിയുന്നതും പോവാറ്. പക്ഷേ അതെനിക്ക് കാറിൽ എനിക്ക് പറ്റും ഒന്നും കഴിക്കാതെ പോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ബസ്സിൽ എനിക്കത് പറ്റത്തില്ല. അപ്പോൾ കോഴിക്കോട് എത്തിയിട്ട് എന്തെങ്കിലും ചായ എന്തെങ്കിലും കുടിക്കണം. വെജിറ്റേറിയൻ ആട്ടോ കഴിക്കാറ്, അത് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നോൺ വെജിറ്റേറിയൻ കഴിക്കും കേട്ടോ, അതും ഞാൻ പറഞ്ഞുതരാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കഴിയുന്നതും അങ്ങോട്ട് പോകുമ്പം ഭക്ഷണം കഴിക്കാത്തത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ചായ തരുന്ന ആൾ വൃത്തിയുള്ള ആളാണോ എന്നുള്ളത്. അപ്പം നിങ്ങളേക്ക് വൃത്തിയില്ലാത്ത ആൾക്കാരാണോ ഓരോരുത്തർ എന്നങ്ങനെയല്ല പറഞ്ഞത്. ശാരീരിക ശുദ്ധി എന്ന് പറയുന്നതും ഒരു വൃത്തിയാണ്. അതിലുള്ള ആൾക്കാരെ വേണം ഭക്ഷണം വെക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലാതെ അവരെ കാണാൻ വൃത്തിയുണ്ടോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ കാണാൻ നമുക്ക് നല്ല ഹോട്ടലിൽ ഞാൻ കഴിച്ചതിൽ വെച്ച് എനിക്കെന്തോ എൻ്റെ കണ്ണൻ എൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ കുറച്ച് സൗഭാഗ്യങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് 5 സ്റ്റാർ ഹോട്ടലിൽ താമസിക്കാൻ പറ്റി എന്നുള്ളത്. അതിപ്പോൾ എന്താ 5 സ്റ്റാർ ഹോട്ടലിൽ ഇപ്പോൾ താമസിക്കുന്നതിന് എന്താ പൈസ ഉള്ളവർക്കാർക്കും പറ്റൂലേ എന്ന് ചോദിക്കും. പക്ഷെ ഞാൻ താമസിച്ചിടത്തോളം പൈസ കൊടുത്തിട്ട് താമസിച്ചതല്ല, ഫ്രീ ആയിട്ട് താമസിച്ചതാണ്. അപ്പോൾ 5 സ്റ്റാർ ഹോട്ടലിലും 3 സ്റ്റാർ ഹോട്ടലിലും ഞാൻ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ ഒക്കെ കാണണം, അത്രയും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. പക്ഷെ ആ കുക്ക് ചെയ്യുന്ന ആൾ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അയാളെ ചൂന്ന് നോക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ വളരെയധികം സന്തോഷമാണ് അതൊക്കെ. നമുക്ക് നമ്മുടെ ലൈഫിൽ ഞാനൊന്നും ഒട്ടും പ്രതീക്ഷിച്ചിട്ടേ ഇല്ല അങ്ങനെയൊക്കെ നമുക്കൊക്കെ താമസിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ എൻ്റെ മോൾക്ക് ഭയങ്കര ആഗ്രഹമാട്ടോ. മോളെ ഞങ്ങൾ കൊണ്ടുപോയില്ല, ഇനി മോനും ഞാനും അരുണും കേട്ടോ പോയത്. മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഓള് കുട്ടിയായതുകൊണ്ട് ആ സമയത്ത് കുറച്ച് കുഞ്ഞാണ്. ആ സമയം എന്ന് പറയണ്ട ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അവിടെയൊക്കെ രാവിലെയൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇതാണല്ലോ, മറ്റേ അൺലിമിറ്റഡ് ആണല്ലോ. അതിനൊക്കെ പറ്റിയ ആളെൻ്റെ മോനാണ്. പക്ഷെ ഓൾക്കങ്ങനെ ഭക്ഷണത്തിനോടൊന്നും താല്പര്യമില്ല. പിന്നെ അവൾ 3 സ്റ്റാറിൽ താമസിച്ചിട്ടുണ്ട് കേട്ടോ. മൂന്നാറിൽ പോയ സമയത്ത്, മൂന്നാറിൽ പോയപ്പം ഞങ്ങൾ 3 സ്റ്റാർ ഹോട്ടലിലായിരുന്നു സ്റ്റേ ചെയ്തത്. അവിടെ താമസിച്ചിട്ടുണ്ട് എന്നല്ലാതെ 5 സ്റ്റാറിൽ അവൾ താമസിച്ചിട്ടില്ല. അവൾക്ക് ഭയങ്കര ആഗ്രഹമാണ്, ഒരു ദിവസം കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ണൻ കാരണം നമുക്ക് പൈസയൊന്നും കൊടുത്ത് പോകേണ്ട ആവശ്യമില്ല. നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ താമസിക്കാനുള്ള വകുപ്പുണ്ട്. അതിന് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. 5 സ്റ്റാർ ബഡ്ജറ്റൊന്നും നമ്മളെ കൊണ്ട് ഏതെങ്കിലും കാലത്ത് താങ്ങുമെന്ന് എനിക്കറിയില്ല, പക്ഷേ താങ്ങുമായിരിക്കും. അതേപോലെ എനിക്ക് ഇവിടെ കോഴിക്കോട് തന്നെയുണ്ട്. കോഴിക്കോട് എല്ലാം ഏകദേശം രാമനാട്ടുകാരൻ എത്തുന്നതിൻ്റെ അടുത്ത്. ആദ്യം കടവ് റിസോർട്ട് എന്ന് പറയായിരുന്നു, ഇപ്പം എന്താ ദിക്കോവ്, അവരുടെ പേരെന്തായിരുന്നു ഇപ്പം. അവിടെ താമസിക്കണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എന്താ വെച്ചാൽ ജയറാമേട്ടനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങളവിടെ ആ ഒരു ഹോട്ടലിലായിരുന്നു പോയത്. മകള് കരഞ്ഞിട്ട്
സലീം വെള്ളം മേടിക്കാൻ പോയപ്പം ഒരു ബോട്ടിൽ വെള്ളത്തിന് 120 രൂപ. ഒന്ന് ചിന്തിച്ച് നോക്കി. അത് ആ കാലത്തൊരു ഏകദേശം ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് കേട്ടോ. ഇപ്പം അവിടെ എത്ര പൈസ ആയിരിക്കുന്നൊന്നും എനിക്കറിയില്ലേ. അപ്പോൾ അത്രയും, അതും 5 സ്റ്റാർ ഹോട്ടലാണ്. പക്ഷേ 5 സ്റ്റാർ ഹോട്ടലിനെക്കാട്ടിലും ഭയങ്കര, നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി വന്ന സമയത്ത് താമസിച്ച ഹോട്ടൽ, ഇന്ത്യൻ പ്രധാനമന്ത്രി കോഴിക്കോട് വന്ന സമയത്ത് താമസിച്ച ഹോട്ടലിനെ പറ്റിയാട്ടോ പറയുന്നത്. അപ്പം അങ്ങനെയാണ് കഥ പറയാൻ നിന്നാൽ ഒരുപാട് നേരം കഥ പറയും. നിങ്ങൾക്കും ബോറടിക്കും, എനിക്കും ബോറടിക്കും. അപ്പം ഞാൻ പോയി ഫ്രഷ് ആവാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എനിക്ക് ഏറെ ആകുമ്പോഴേക്കാണ് ഉള്ളേരി എത്തേണ്ടത്. ഇപ്പം സമയം 5 മണിയായിട്ടേ ഉള്ളൂ. ഇനി ഉറങ്ങാൻ സമയമുണ്ട്, പക്ഷെ കിടന്നാൽ ഉറക്കം വരില്ല. അതുകൊണ്ട് മെല്ലെ കുളിച്ച് ഫ്രഷ് ആവാൻ നോക്കട്ടെ. ഓക്കെ, അങ്ങനെ കുളിച്ച് ഫ്രഷായി കോസ്റ്റ്യൂമിൽ ഇതാണ്. അപ്പോൾ നമ്മൾ തുളസി പൊതിയാൻ വേണ്ടിയിട്ട് ഒരു വാഴയില എടുക്കാമെന്ന് കരുതി. കമ്മലിട്ടിട്ടില്ല കേട്ടോ, കമ്മലിട്ടിട്ടില്ല. കമ്മൽ എന്താന്ന് തോന്നും, എനിക്ക് ഭയങ്കര ഇറിറ്റേറ്റ് ആയിട്ട് തോന്നും കമ്മലിട്ടാൽ. വാഴയുടെ തൂമ്പിലിട്ടേ കത്തി എടുത്തില്ലേ. ഫോണിൻ്റെ പക്കം വച്ചു. മഴ പെയ്യുന്നുണ്ട്. മഴ കിട്ടുമോ എന്നറിയത്തില്ല. കീറണ്ട ഒരു 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 ഉണ്ട്. എന്താണ് മൊത്തമായിട്ട് കീറി പോണ മക്കാണ് കാണുന്നത്. വായില കീറിയെടുക്കേണ്ടതും ഒരു ശാസ്ത്രീയ വശമുണ്ട് എന്നുള്ളത് അറിയാം. കത്തി എടുത്തിട്ട് അതെങ്ങനെയുണ്ട്? കുറച്ചും അടിപൊളി. ഇനി തുളസി ഒന്ന് കിട്ടണം. സ്റ്റാൻഡ് അവിടെ എവിടെയോ ഗൈസ്, അതുകൊണ്ടാണ് കണ്ണനെ പകുതിയാക്കി വെച്ച് പോവുക. ഞാൻ കുറച്ച് റബ്ബർ ബാൻഡൊക്കെ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എന്തിനാച്ചാല് റബ്ബർ ബാൻഡ് ഒന്ന് കുടുക്കിയിടാനാണ്. ഒന്നും കൂടി കുടുക്കിയിടാം. അപ്പം നമുക്ക് കൊണ്ടുപോകാനുള്ള തുളസി കതിരും അവിടെ റെഡിയായി. ഇനി നേരെ ഉള്ളിയിരിക്കും. ബാഗിൽ നിന്ന് എന്തൊക്കെയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫോണോട് വെക്കണം. ചാർജർ വെച്ചിട്ടുണ്ട്. ചാർജറില്ലാതെ പുറത്തിറങ്ങാൻ പറ്റത്തില്ല എന്ന് നിങ്ങൾക്കറിയത്തില്ലേ ഗായ്സ്. അപ്പോൾ സമയം 6:45, 7 മണിയാകുമ്പോൾ ഇറങ്ങും. 7:50 അവൻ്റെ ബസ് വരിക. വിളിക്കുന്നു. കോണ്ടേക്കോള് വന്ന്. ഹലോ. ആ ശരി.
ബസ് അവിടുന്ന് എടുക്കാൻ പോവുകയാണ്. കാരണം ഇവിടുന്ന് തൊട്ടിൽപ്പാലത്ത് നിന്ന് 1 മണിക്കൂറുണ്ട് തൊട്ടിൽപ്പാലത്ത് നിന്ന് അങ്ങോട്ട്. അപ്പം ഞാൻ 6:45 ഉള്ളൂ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങാമെന്ന് കരുതി. 7 മണിക്ക് ഇറങ്ങിയാൽ ബസ് സ്റ്റോപ്പിലേക്ക് ഒരു 5 മിനിറ്റ്, അവിടുന്ന് ബസ് കിട്ടിയായി ഒരു 20 മിനിറ്റ് കൊണ്ട് ഞാൻ അവിടെ എത്തും. ഓക്കെ, അങ്ങനെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. തുളസി ഇങ്ങനെ പാക്ക് ചെയ്തു കേട്ടോ. ബസ് കയറിയാൽ പിന്നെ സേഫാണല്ലോ. ഇപ്പോൾ അവൻ്റെ ബസ് അവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. 7 മണി കറക്റ്റായിട്ടുണ്ട്. ഞാൻ 7 മണിക്ക് കറക്റ്റ് എന്നോട് ഇറങ്ങിക്കോളാൻ പറഞ്ഞതാണ്. ഒരു 7:20 ഏഴരയൊക്കെ ആകുമ്പോഴേക്കും ഞാൻ അവിടെ എത്തും. ആ സമയമാകുമ്പോഴേക്കും അവന് എത്തും എന്ന് പറഞ്ഞു. ഫാസ്റ്റ് പാസഞ്ചറാണ്, അതുകൊണ്ട് എല്ലാവരെയും ഓവർടേക്ക് ചെയ്ത് അങ്ങനെ അങ്ങ് പോന്നോളും. എന്തോ എടുക്കാൻ മറന്നു പോയത് വേണം. എന്താണെന്ന് എനിക്ക് പിടുത്തം കിട്ടുന്നില്ല. ATM കാർഡ് എടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. കാരണം ഒരു നെറ്റ്വർക്ക് എററായിപ്പോയാൽ മതി, നമ്മളൊരു ഷോപ്പ് കയറിയാൽ സ്വീപ്പാവാം. പക്ഷെ ഞാൻ സ്വീപ്പാവില്ല കേട്ടോ, അതെനിക്കൊരു അഹങ്കാരമാണ്. അതെന്തുകൊണ്ടാ വെച്ചാൽ എൻ്റെ ഏട്ടത്തിക്ക് സ്കാനർ അയച്ചു കൊടുക്കും, അവൾ പേയ്മെൻറ്റ് ചെയ്യലാണ്. പൊതുവെ എൻ്റെ അക്കൗണ്ട് ഡീൽ ചെയ്യുന്നത് അവളാണ്. ഗുഡ് മോർണിംഗ്. ഗുരുവായൂർ പോവുക. വൈകുന്നേരം വരും. അരുണിന് ഗുരുവായൂർക്കാ ഡ്യൂട്ടി. അപ്പോൾ ഓനവിടെ 2 മണിക്കൂർ റെസ്റ്റിംഗ് ടൈം ഉണ്ട്. അപ്പോൾ ഒന്ന് അമ്പലത്തിൽ കയറി അവസരം തന്നെ തിരിച്ചു പോരും. എൻ്റെ നൈബറെ കണ്ടതായിരുന്നു. അപ്പം അങ്ങനെയാണ്. എന്നിട്ട് ATM കാർഡാണോ എന്നോട് എടുക്കാൻ മറന്നതെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. ബാക്കിയെല്ലാം അർജൻറ്റായിട്ട് വേണ്ടതെല്ലാം ഞാൻ എടുത്ത് പിടിച്ചിട്ടുണ്ട്. ലിപ്സ്റ്റിക് എടുത്ത് പിടിച്ചിട്ടുണ്ട്, കൺമഷി എടുത്ത് പിടിച്ചിട്ടുണ്ട്. ഈ 2 സാധനം ഒന്നെങ്കിൽ എൻ്റെ ബാഗിൽ, അല്ലെ അരുണിൻ്റെ പോക്കറ്റിൽ, അല്ല എൻ്റെ മോൻ്റെ പോക്കറ്റിൽ ഉണ്ടാവും കേട്ടോ. കാറിലൊരു ഷെയ്ഡ്, ബാഗിലൊരു ഷെയ്ഡ് ഒക്കെ ആകും. പക്ഷെ ഒക്കെ ഞാൻ ഈ ന്യൂഡാട്ടോ എടുക്കാറ്. പിന്നെ എൻ്റെ ഇക്കാക്ക എന്ന് പറഞ്ഞാൽ അത്ര ആൾക്കറിയുന്നറിയില്ല. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ 2 കാര്യങ്ങളെ ആവശ്യപ്പെടാറുള്ളൂ. ഞാൻ മാത്രമല്ല കേട്ടോ, മോളും. ലിപ്സ്റ്റിക്കും കൺമഷിയും. അപ്പോൾ എല്ലാ പ്രാവശ്യവും ന്യൂഡ് കളർ കൊടുത്തുവിടും. ഈ കഴിഞ്ഞ പ്രാവശ്യം അങ്ങേക്ക് എന്തിൻ്റെ കേടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ വേണേ ഒന്ന് കാണിച്ചു തരുന്നുണ്ട്. റെഡ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് വേക്കിൽ നിൽക്കണം. ആ കളറ്, റെഡ് കളറ്, അത് ഒന്നല്ലടെ 2 ആ ഒരു കുറച്ച് ഡിഫറെൻറ്റിലും. എനിക്കതിട്ടാലും മറ്റേ മുറുക്കാൻ തിന്നത് പോലെ ഉണ്ടാവും. മോൾക്കും അത് ചേരൂല. മോളും എന്നെ പോലെ തന്നെ എൻ്റെ സെയിം പകർപ്പാണ് മോൾ, എൻ്റെ സെയിം കളറൊക്കെയാണ്. പക്ഷെ അത് നേരെ മറിച്ച് മോനായിരുന്നെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു കേട്ടോ. പക്ഷെ മോൻ ആൺകുട്ടിയാണല്ലോ, വിടാൻ പറ്റില്ലല്ലോ. മോന് കാക്കനെ പോലെ അല്ല. എൻ്റെ ഹസ്ബൻഡിനെ നിങ്ങൾക്ക് കാണാത്തതുകൊണ്ട് പറയാണ്, കൊടുക്കമത്തെ കളറാടി. എന്നെ ആദ്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പലരും സൂയിസൈഡൊക്കെ ചെയ്തിട്ടില്ലേ. പണ്ടൊരു കാലത്ത് ശ്രീധരത്തിൻ്റെ പേരിലും കളറിൻ്റെ പേരിലൊക്കെ ഞാനും ചെയ്യേണ്ടതായിരുന്നു. കാരണം എനിക്ക് ഏറ്റവും കൂടുതൽ എന്നെ ഇൻസൾട്ട് ചെയ്തത് കളറിൻ്റെ പേരിലാണ്. ഇക്കാക്കൊക്കെ ഭയങ്കര കളറാണ്, വെളുത്ത് എന്താ പറയുക, വെള്ളപ്പാറ്റാന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സംഭവം. ഞാനന്ന് ഇങ്ങനെ ഇത്രയും നിറമില്ല എനിക്ക്. അപ്പോൾ ഞാനും കാക്കയും കൂടി നിൽക്കുകയാണെങ്കിൽ ഈ ഒരു കോമഡി പറയലില്ലേ, പകലും എന്നല്ല രാത്രിയും എന്ന പോലെ, അതേപോലെ ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് പലരും ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഞാൻ ഗ്ലൂട്ടൊക്കെ ഒക്കെ എടുത്തിട്ടുണ്ടെന്നോ. അന്ന് മൊബൈൽ ശരിയില്ലായിരുന്നു, ഇന്ന് മൊബൈൽ ഫിൽറ്റർ ഇടാൻ പറ്റുന്നുണ്ട്, അത്ര തന്നെ. അതാണിപ്പോൾ സംഭവം. ഞാൻ നടന്ന് ബസ് സ്റ്റോപ്പിലെത്താറായി.
എന്തരോ എന്തോ ഏതാണോ ബസ് കിട്ടുക. നെയ്ബറാണ്. പലരും വീഡിയോയിൽ പറയാറുണ്ട്, നാട്ടുകാരൊന്നും എന്നെ സപ്പോർട്ടല്ല, നാട്ടുകാരും എന്നോട് മിണ്ടാറില്ല. പക്ഷെ മിണ്ടാത്തവരുണ്ട് കേട്ടോ, മിണ്ടുന്നുണ്ട്. തൊട്ടടുത്ത ആൾക്കാരൊന്നും മിണ്ടൂല. എന്തരോ എന്തോ. നമ്മള് ബാബി, വെറും ബാബിയല്ല, നരകത്തിലെ വിറക് കൊള്ളി. അപ്പം അങ്ങനെയാണ്. ഞാൻ അങ്ങാടിക്ക് അടുത്ത് എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒറ്റക്ക് വർത്താനം പറഞ്ഞാൽ ശരിയാകത്തില്ല. അതുകൊണ്ട് ബൈ പറയാ. ബാക്കി ശേഷം പിന്നെ കാണാം. ബസ് കയറിയപ്പോൾ തന്നെ കണ്ണൻ്റെ പാട്ട് കേട്ടപ്പം വളരെയധികം ഒരു പോസിറ്റീവ് എനർജി കേട്ടോ. അങ്ങനെ ദേ അവൻ്റെ ബസ് വന്നു, അതിൻ്റെ കൂടെ ഒരു മഴയും. അങ്ങനെ ഓടിക്കയറിയതാട്ടോ. കണ്ടക്ടർ ഇങ്ങനെ ബെല്ലടിക്കുന്നുണ്ട്. ഈ സ്ത്രീ ഇറങ്ങിയും ബെല്ലടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇവന് വണ്ടി എടുത്തില്ല. ഇവന് ഒരു നോക്കുന്ന നോട്ടം ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ നോക്കിയത്. കണ്ടോ, ആ സ്ത്രീൻ്റെ ഉള്ളിൽ കൂടി അത് ഞാൻ കയറിക്കോ പിടിച്ചിക്കോ എന്നുള്ളൊരു നോട്ടം നോക്കിയതാണ്. അതെനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷമാണ്. ഈ മറ്റേ കലിപ്പൻ്റെ കാന്താരി കയറിയുന്നു എന്നൊക്കെ പറയുന്നൊരു പോലല്ലേ. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അത് ബാഗും കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ വെച്ചു. കോഴിക്കോടെത്തി. ചായ കുടിക്കാൻ സമയമില്ല. ഒരു ബസ് കയറുമ്പോഴേക്കും എൻ്റെ കയ്യിൽ എന്താണോ സാധനം ഉള്ളത് അതൊക്കെ അവൻ വാങ്ങി ബോണറ്റിൻ്റെ മുകളിൽ വെക്കും കേട്ടോ. അപ്പോൾ യാത്രക്കാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കും അതെന്താണ് അങ്ങനെ എന്നുള്ളത്. ഉള്ളിയിരുന്ന് കോഴിക്കോട് തെറ്റോളം എനിക്ക് സീറ്റൊന്നും കിട്ടിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഓന് എൻ്റെ കയ്യിലുള്ള ബാഗും തുളസിയും ഫോണും ഒക്കെ ഫ്രണ്ടിലവിടെ വെച്ചതാണ്. അപ്പോൾ നമുക്കൊരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിലുള്ള ഒരാളുടെ ബസ്സിൽ കയറുമ്പോൾ ഉണ്ടാകുന്നൊരു ഫീല് അത് വേറെ തന്നെയാണ്. ആ ഒരു ഫീല് കുട്ടിക്കാലം തൊട്ടേ അനുഭവിച്ച് വന്നതുകൊണ്ട് അതൊരു അഹങ്കാരമായി മാറിയിട്ടുണ്ട്. അടിച്ചാ സ്വീപ്പാവും. പണം ആവശ്യമില്ലാന്നേ. ഞാൻ ഇവിടെ എത്തോളൂ ഉറങ്ങി. കഴുത്ത് വേദന. നിങ്ങൾക്ക് KSRTC ഒന്ന് വിശാലമാക്കിയിട്ടുള്ള സീറ്റ് തരാൻ ഗണേശേട്ടനോടൊന്ന് പറയണേ. ആള് ഷർട്ട് എടുത്തിട്ടില്ലെങ്കിലും ഇങ്ങോട്ട് നോക്കിയ എനിക്ക് തോന്നി കാക്കി കളറ് മാറ്റിയിട്ടത്. മുടിയൊക്കെ കെട്ടിയാൽ റെഡി ആയില്ലേ? മുടിയൊക്കെ കഴിഞ്ഞ ബസ് ഉണ്ട്. ഏതൊരു പെണ്ണുങ്ങൾ ആരോ ഉണ്ട് വിളിച്ചു പറയുന്നത്. ജസ്ന സലീം ഉണ്ട്. ഞാൻ ഉറങ്ങി വെക്കുന്ന നൂലെടുത്തില്ല വീഡിയോ. മോനെ വിളിക്കുന്ന മോനെ. ഓന് നിങ്ങൾ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും അമ്മേ. ജോലി KSRTC ഇല്ല, പോക്കറ്റിലോ 5 പൈസ ഇല്ല. അത് ഈ ഒരു KSRTC-കാരനത് മാത്രമല്ല കേട്ടോ,
പലരുടെ എന്നാ ഇവര് വിളിച്ചിനോ ആ ഒരു പെണ്ണുങ്ങള് അവിടെ കുഞ്ഞും കൂട്ടടോ ആ ഒരു പ്രൊമോഷന്റെ ഇപ്പൊ സമയം ഉണ്ടാവേ 11 അരുണേട്ടാ ഏട്ടോ ഞാൻ ഈ അരുണേട്ടാന്ന് വിളിക്കുന്ന കേട്ടോ അല്ല ഞാനേ കേക്കുന്നുണ്ടോ ഞാൻ അരുണേട്ടാന്ന് വിളിക്കുന്ന കേട്ടിട്ടാ എല്ലാരും കരുണേട്ടാന്ന് വിളിക്കുന്നത് ഞാൻ വെറും ഏട്ടാന്ന് വിളിക്കട്ടെ ഏട്ടാ ഏട്ടോ ഏട്ടാ ഏട്ടോ കൃഷ്ണ ഗുരുവായൂരപ്പ സോ ഹാപ്പി തിരിച്ചു വരുമ്പോ എടുക്കാം ആദ്യം കണ്ണ എനിക്ക് വിശക്കടൂ ഏടെ കണ്ണ് ഇവിടെ ഒരു ഹോട്ടലിൽ കണ്ണനുണ്ട് കേട്ടോ വരുമ്പം കാണിച്ചു തരാവേ ഞാൻ ഗ്ലാസ് തുടച്ചിട്ടില്ലായിരുന്നു തോന്നുന്നു ക്ലാരിറ്റി കുറച്ച് കുറവാണെന്നൊരു ഡൗട്ട് എന്താ മറ്റേ ഷർട്ടോ ഇപ്പൊ ഞാൻ മേടിച്ചു കൊടുക്കേണ്ടി വരും അതാണ് അവസ്ഥ പടിഞ്ഞാറത്തറ സ്റ്റോപ്പ് അപ്പൊ എന്നാ ശരി ഞാൻ പോയി കണ്ണനെ കണ്ടിട്ട് വരാവേ ആ എടുത്തോളൂ എനിക്ക് കൊറേ എപ്പോഴും കാണാറുണ്ട് കണ്ണൻ്റെ അടുത്തെത്തി അതൊരാൾ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചതായിരിക്കും ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഇവിടെ വരുന്ന സമയത്ത് ഇനി ചോറ് കഴിക്കണം എന്താ പോവാ അരുണേട്ടൻ ബേഗിന് ഭയങ്കര വെയിറ്റഡോ ഞാൻ അതിൽ കണ്ട സാധനങ്ങളൊക്കെ കുത്തി വരച്ചിട്ടുണ്ട് എന്നെ കൊണ്ട് പിടിക്കാനാവുന്നില്ല എന്നൊരു പാവം ശരി അങ്ങോട്ട് ക്യാമറ അല്ലോടെ അല്ലല്ലോ അപ്പൊ എങ്ങനെയുണ്ട് എന്റെ മോൾക്ക് ഇപ്പൊ എല്ലാവരുടെ തലയിലും ഉണ്ടാകുന്നൊരു സാധനല്ലേ അമേരിക്ക ശരി
ഷോപ്പിലാട്ടല്ലേ ഫോണ് കയ്യിൽ പിടിച്ചിട്ട് എന്നോട് പൈസ എടുക്കാൻ പറഞ്ഞ തന്നെ മേടിച്ചു. എല്ലാവരുടെ കയ്യിലും കാണാം. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പൊട്ടുകുത്തി കണ്ടില്ലേ? ഇതെൻ്റെ തട്ടത്തിൻ്റെ മുകളിലുള്ള സാധനം ഇവിടേക്ക് എടുത്ത് കുത്തിയൊക്കെ കേട്ടോ. അപ്പേ ഞാൻ വരച്ചൊരു ഫോട്ടോ ഗുരുവായൂർ ഒരു ഹോട്ടലിൽ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, ആ ഹോട്ടലിലേക്ക് പോവുകയാണെ കാണിച്ചു തരാം. ഞാൻ വരച്ച ഫോട്ടോ ഗുരുവായൂർ ഒരു ഹോട്ടലിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഹോട്ടൽ രുചി എന്ന് പറഞ്ഞിട്ടുള്ള ഇത് 2024 വിഷുവിനല്ല, ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊടുത്ത ഫോട്ടോ ആണ്. ശ്രീകൃഷ്ണ ജയന്തിയാണോ വിഷുവാണോ? വിഷുവിന് കൊടുത്ത ഫോട്ടോ, വിഷുവിന് കൊടുത്ത ഫോട്ടോ ആണ്. അപ്പോൾ ഇതൊരു ചേട്ടന് അവരുടെ മകളുടെ പേരിൽ സ്പോൺസർ ചെയ്ത ഫോട്ടോ ആയിരുന്നു കേട്ടോ. എൻ്റെ 3-4 മാസത്തെ കഷ്ടപ്പാടാണ് കേട്ടോ ഈ ഇതേ ഒരു ഫോട്ടോ കിടക്കുന്നത്. ഇത് എന്നെക്കാട്ടിലും ഹൈറ്റ് ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവാനിട്ട് അത് ഇവിടെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അത്രമേൽ ഹൈറ്റ് ഉണ്ട്. ഞാൻ വരച്ചതിൽ വെച്ച് ഏറ്റവും വലിയ ഫോട്ടോ ആട്ടോ ഇത്. ഇതാണ് ഞാൻ വരച്ചതിൽ വെച്ച് എന്നെക്കാട്ടിലും വലിയൊരു ഫോട്ടോ. ഇത് എങ്ങനെയോ എത്രയോ കഷ്ടപ്പെട്ട് വരച്ചതെന്നറിയോ ഗൈസ്. അപ്പൊ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. ഇതേ 2024 കൊടുത്തത്. അതിന്റെ സിഗ്നേച്ചർ ഇവിടെ ഉണ്ട്. പുറത്ത് സ്പോൺസറുടെ പേര് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് അവർ മരിച്ചാലും കേട്ടോ. അപ്പൊ ഇതാണ് അപ്പൊ ഓക്കെ. എനിക്ക് ദേഷ്യം പിടിച്ചാലുണ്ടല്ലോ ആരും നോക്കണ്ട. ഇത് എനിക്ക് കളിക്കാൻ മേടിച്ചതല്ല. എൻ്റെ മോള് കൊറേ കാലായി പറയുന്നത് ഇത് ഒന്ന് വേണമെന്ന്. അതുകൊണ്ട് ടങ്കട്ടക്കട ഓക്കെ. ഇന്ന് ജിങ്കാലാലയായിരിക്കും. ഇത് ചെവിയിൽ സൗണ്ട് വരുന്നുണ്ട്. ഇപ്പൊ ഫുള്ള് സോഷ്യൽ മീഡിയ തുറന്ന ഈ ഒരു സാധനമാണല്ലോ. അപ്പൊ എന്നോട് കുറേ ആയി പറയുന്നു, ഉമ്മ ഇതെനിക്ക് വേണം, എനിക്കൊന്ന് വാങ്ങിച്ചു തരണം എന്ന് പറഞ്ഞു. ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. ഗൈസ് മക്കളെ പോലെ കളിക്കുന്ന കണ്ടോ ഗൈസ്. നിർബന്ധിച്ച് വെപ്പിച്ചതാ. എന്നിട്ട് പണി കൊടുക്കുന്നുണ്ടില്ലേ. അന്നേട്ടാ പോകുമ്പോ അതും കയ്യിലെടുത്ത് പിടിച്ചാല ചെവിയിലിട്ടോളാണ്ടി. ഞാൻ ഒറ്റക്ക് നടന്നിട്ട് എന്താക്കാൻ. എന്നൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹം? ചോറ് കഴിക്കാൻ പോവാണ്. ഫ്രൈഡ് റൈസ് കഴിക്കും, ഞാൻ ചോറ് കഴിക്കും. എന്നെങ്ങനെ എല്ലാ സാധനം തിന്നാന് ഇതാക്കുന്നതാണ്. ആരോ എന്താ പറ്റിയോ? ഫോണ് താഴെ പോയി ഗൈസ്. എവിടെ ഇവിടെ നോക്കട്ടെ ക്യാമറ. 1.5 ലക്ഷമായി. 1.5 ലക്ഷം. അല്ലോ ഞാൻ അപ്പോൾ ചോറ് കഴിക്കട്ടെ. എനിക്ക് സാധാ ചോറ് മതി, ഫ്രൈഡ് റൈസ് ഒന്നും വേണ്ട. അമ്പലത്തിലേക്ക് വന്ന് താങ്ക് യു. എന്നാ ശരി. ചോറ് കഴിക്കട്ടെ കേട്ടോ. ഫ്രൈഡ് റൈസ് കഴിക്കുന്നു. ഞാൻ സദാ
ഞാൻ പാവം. അതാ മുളകാണ്. എന്താ സാധനം? മോളെ പൈനാപ്പിളില് നല്ല നിങ്ങളെ ഫുഡ് ഐറ്റംസ് നമുക്ക് പറഞ്ഞു തരാനിടയില്ല. പച്ചരിയാ. ഞാൻ കഴിച്ച് നിർത്തട്ടെ കേട്ടോ. ഇതെല്ലായിടത്തും ഉണ്ടാവുമല്ലോ. കഴിച്ച് നിർത്തട്ടെ. അതിനാട്ടെ ചോറ്, ഫ്രൈഡ് റൈസ്, ചിക്കന്, നമ്മൾ ചോറ്. ചോറ് കഴിച്ചു കേട്ടോ. എന്തോ ഒരു തലകറക്കം പോലെ. പ്രഷർ കൂടിയോ പറഞ്ഞോ? അവിടെ നിക്കടൊക്കെ. വെയില് ഞാനിപ്പോ കൊള്ളുന്നുണ്ട്. ആ വെയിലത്ത് കിടന്നുറങ്ങുന്ന നായിനെ കണ്ടോ? പൊടി പാർന്നു. ഒരു ഉളുപ്പില്ലാണ്ട് ഒരു വെയിലത്ത് കിടന്നുറങ്ങുന്ന നായി. ഏടെ വെയിലത്ത്? എന്റെ പൊന്നെ, അങ്ങനെ ഹോൺ അടിക്കല്ലേ ചെങ്ങായിയെ. ഇനി എന്നിട്ട് എവിടെ പോവാ? ഞാൻ ഒറ്റക്ക് ഇവിടെ ഇരിക്കാനോ? ഞാൻ എന്താക്കാനാ? മാത്രം കഴിക്കുമോ? കൊണ്ടാൻ പറ്റുമോ? എന്നപ്പോ അത് വെയില്. അത്രക്ക് ധൈര്യമൊന്നുമില്ല, അതുകൊണ്ടാ. ഞാൻ കേറട്ടെ. ഞാൻ കേറിയാ മാത്രം വണ്ടി എടുക്കുന്നു. ഓന് ഇന്ന് എന്താ എന്റെ അത്ര അഹങ്കാരം? അതിന് ഞാൻ വേണേ ഹോൺ അടിച്ചു തരാം. ആ കോമഡി ഇല്ലേ, കുഞ്ഞുകൂനല്ലേ? ഞാൻ വേണേ ഹോൺ അടിച്ചു തരാം. അപ്പൊ ഗൈസ് തിരിച്ച് വണ്ടി കയറി. അതെന്താ ബ്ലൈൻഡ് ആണോ വണ്ടി ഓടിക്കുന്നത്? അത് ബ്ലൈൻഡിന്റെ കണ്ണടയാ. ഓലെടുക്കട്ടെ. ഉള്ളിയേരിന്ന് കേറുമ്പം വാങ്ങി വെച്ചതാ. ഞാൻ ചേച്ചിക്ക് എന്താ ഒടുക്കമത്തെ ചിരി? തിന്നാന് നേരം കിട്ടിയില്ല. അങ്ങോട്ട് വരുമ്പം ഫുൾ ഉറക്കായി.
ഫസ്റ്റ് പാസഞ്ചർ ആയതുകൊണ്ട് എമാതിരി സ്പീഡിലാണ് പോരുന്നതെന്നറിയോ. എനിക്കാണ് പേടിയാവുകയും ചെയ്യുക. ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. ചില വണ്ടിയുടെ മൂട്ടിക്കൊണ്ടച്ചാ ചവിട്ടുന്നത്. ഓൻ്റെ ആ ഒരു ഗട്ട്സ് അത് ഞാൻ സമ്മതിച്ച് കേട്ടോ. ഞാനൊക്കെ വണ്ടി ചവിട്ടുക വെച്ചാൽ മിനിമം ഒരു 1/2 കിലോമീറ്ററെങ്കിലും ബാക്കോട്ട് വെച്ചിട്ടേ ചവിട്ടുള്ളൂ. ഇവൻ എജ്ജാതി പോക്കാ പോകുന്നതെന്നറിയോ. ഫാസ്റ്റ് പാസഞ്ചർ കൂടിയാണല്ലോ, സ്റ്റോപ്പും കുറവാണ്. അപ്പോൾ അവർക്ക് ഇത്ര ടൈമിന് എത്തണമെന്നും ഉണ്ടല്ലോ. ഏതായാലും ഗുരുവായൂരിന്ന് യാത്ര തുടങ്ങി. തിരിച്ച് കോഴിക്കോടെത്തി. പേരെടുത്ത് വെച്ചിരുന്ന ബാഗിൽ ആടുന്ന് കഴിച്ചതാണ്. അഞ്ച് മണി 5:15 വണ്ടി എടുത്തോളൂ. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി, കുളിച്ച് ഫ്രഷായി. എന്താ പറയുക, മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി. നമുക്കൊരു അമ്പലത്തിൽ പോയിട്ട് വരുന്ന സമയത്ത് ഉണ്ടാകുന്നൊരു പോസിറ്റീവ് എനർജി ഇല്ലേ, ആ ഒരു എനർജി അതെൻ്റെ ഫേസിലും കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഉള്ളിയേരി എത്തിയതിന് ശേഷം പിന്നെ ബസ് മാറിക്കയറി. പിന്നെ അവിടുന്ന് കുറച്ച് നടക്കാനുണ്ടായിരുന്നു, നടന്നു ഇവിടെ എത്തി. അപ്പോൾ ഫുഡൊന്നും മേടിച്ചിട്ടില്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ ഡയറ്റാണ്. എനിക്ക് 1 മാസം കൊണ്ട് ഇത്ര വെയിറ്റ് കുറയ്ക്കണമെന്ന് എനിക്ക് വാശിയുണ്ട്. എത്ര വെയിറ്റ് ആണെന്നൊന്നും ഞാൻ പറയുന്നില്ല, അഥവാ കുറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ കുറവായി പോകുമല്ലോ. അതുകൊണ്ട് എത്ര വെയിറ്റാന്നുള്ളതൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ഫുഡ് അമ്മ കൊടുത്തയക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അമ്മയെ കുറച്ച് ചോറേ കൊടുത്തയക്കാവേ, കാരണം ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഷുഗർ കട്ടാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ എടുത്ത് വെച്ചിട്ടുള്ള പേട 1-2 എടുത്ത് കഴിച്ചു, ഉപ്പിലിട്ടത് കഴിച്ചു. അങ്ങനെ പിടിച്ചിട്ട് ഓരോന്ന് കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെയധികം സന്തോഷമായി. കാരണം അരുണിന് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഗുരുവായൂർക്ക് ഡ്യൂട്ടി മേടിക്കണമെന്ന് പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ അത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാവും. നമുക്ക് സമയമുണ്ട് അവിടെ, കണ്ണനെയും കണ്ടുപോരാ, വലിയ ബുദ്ധിമുട്ടും ഇല്ല, ഒക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ്, ഇതൊക്കെയാണ് എൻ്റെ ഗുരുവായൂർ വിശേഷങ്ങൾ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തെറി വിളിക്കരുതേ സഹോ. അപ്പം അങ്ങനെയാണ്. ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്ന സലീം.